അമ്മേന്റെ ഫോൺ ഹേമുന്റെ കയ്യിലുണ്ട്. അവന്റെ കയ്യിലോ? അതെന്തിനാ അവന്റെ കയ്യിൽ ഫോൺ കൊടുത്ത്? അതമ്മ അവന്റെ സ്കൂളിലെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അതിനുവേണ്ടി ടീച്ചർ 1-2 റൈംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് എടുത്തു കൊടുത്ത. അവൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. നീ ഒരു കാര്യം ചെയ്, ആ ഫോണൊന്ന് വാങ്ങിച്ചതാ, എനിക്കൊരു കോള് വരാനുണ്ട്. അമ്മയ്ക്ക് ചെറിയമ്മന്റെ കോളിൽ വരാനുള്ളത്, അതൊക്കെ വന്നു. ആണോ? അവളെ വിളിച്ചോ? എന്നിട്ട് എന്ത് പറഞ്ഞു മോളെ? അത് ഞാൻ അറ്റൻഡ് ചെയ്തില്ലമ്മ, ഞാൻ കോള് കട്ട് ചെയ്തു. അവൻ പഠിച്ചോണ്ടിരിക്കല്ലേ. നല്ല ആളാ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ആള് വിളിക്കുമ്പോ ഇത്ര നേരം ഞാൻ കാത്തിരുന്നതാ. ഇത്ര നേരം വിളിക്കാതെ തിരിച്ചു വിളിക്കാൻ വേണ്ടി ഫോൺ ഇവിടെ മുഴുവനും തെരഞ്ഞു. നിന്റെ ഫോണില്ലേ അല്ലെ അവന്റെ ഫോണില്ലേ? അതെടുത്ത് കൊടുത്തൂടെ? ഇതെന്തിനാ എപ്പോ നോക്കുമ്പോൾ നിങ്ങൾ എന്റെ ഫോൺ കൊടുത്ത് നടക്കുന്നത്? ഞാൻ ഒരാളിനെ വിളിക്കാൻ പറഞ്ഞ് നോക്കി എവിടെ നോക്കിയാലും എന്റെ ഫോൺ കാണില്ല. അത് അമ്മ അവൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും തന്നെ, ഓരോന്ന് കഴിച്ചുകൊണ്ടൊക്കെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫുഡ് കഴിച്ച് കൈകൊണ്ട് തന്നെ സ്ക്രോൾ ചെയ്ത് നിൽക്കും. അതുപോലെ ചെയ്യുമ്പോഴത്തേക്കും ഫോൺ മുഴുവൻ അഴുക്കാക്കിയിട്ടായിരിക്കും തിരിച്ചു തരിക. അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കാത്ത. അപ്പൊ എന്റെ ഫോണിൽ ഇതൊന്നും ആവില്ല. നീ തൽക്കാലം ഫോൺ നിങ്ങോട്ട് വാങ്ങിയിട്ട് വാ, ഞാൻ വിളിച്ചിട്ട് വേണമെങ്കിൽ തരാം. എന്താ അമ്മ ഇത്? ഇത്രയും തിരക്ക് പിടിച്ച് വിളിച്ചിട്ടേ വല്ല സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ടോ? ആ ചെറിയമ്മേനെ വിളിക്കാനല്ലേ, അല്ലാണ്ട് വേറെ ആരല്ലല്ലോ. എന്നിട്ട് ഈ വീട്ടിൽ 2-3 വിശേഷം പറയും, അത്രയല്ലേ ഉള്ളൂ. തൽക്കാലേ അവനോട് പഠിക്കട്ടെ, എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും വിളിക്കാമ. അതല്ല മോനെ, എനിക്ക് അവളെ വിളിച്ചൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്, അതുകൊണ്ടാ. അല്ല ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും ഫോൺ തരും. എന്നിട്ട് വേണം എന്റെ ഫോണിൽ ചെറുമേനെ വിളിച്ചിട്ട് അമ്മയ്ക്ക് 1/2 മണിക്കൂർ സംസാരിച്ചോണ്ടിരിക്കുക. അമ്മേ, എനിക്ക് വേറെ പണിയുണ്ട്.